വാട്സ് ബോയ്സും ഗേൾസും കാണുന്നവർക്ക് ഇന്നത്തെ ഇടയ്ക്ക് നമ്മള് നമ്മുടെ ഒരു കണ്ടസ്റ്റന്റ് വീട്ടിലോട്ട് പോവുകയാണ്. കുറച്ച് നാൾ മുമ്പ് ഒരു പോപ്പ് ബെറുകൾ എന്നും പറഞ്ഞ കുറച്ച് ചെറിയൊരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു. ആ വീഡിയോക്കകത്ത് ഒരു അസ്ന എന്ന് പറഞ്ഞൊരു കൊച്ചുണ്ട്. ആ കൊച്ചിൻ്റെ അമ്മ കുറേയേറെ ഫുഡ് ഉണ്ടാക്കും. അങ്ങനെ പരിചയപ്പെട്ടാണ് അന്ന്. ഇപ്പോഴും ഫുഡ് ഉണ്ടാക്കും, പക്ഷെ ഫുഡ് അവിടെ ബാക്കിയാന്ന് പറയുന്നത് കേട്ടോ. ഞാൻ മുമ്പ് തീർത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ പോവുക. അമ്മയും വരുന്നുണ്ട്. ബാലു ഇവിടെ നിൽക്കുന്നു. ഇവരൊക്കെ ഡെയിലി പോയിട്ട് പോലും ആ ഫുഡ് തീരുന്നില്ലെന്ന്. ഇത്രയും പേര് വരുന്ന പ്രതീക്ഷ കാണത്തില്ലല്ലോ. ഇത്ര പേര് വന്നാലും പ്രതീക്ഷ കാണത്തില്ല. ഉച്ചയായി അറിയാമോ? അവിടെ ചെല്ലുമ്പോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിച്ചതാ. എത്ര മണിയായി? 11:30 ലഞ്ചായി. ഞാൻ 8 മണി എത്ര മണിക്ക് 9 മണിക്ക് വന്ന് കൊട്ടി കൊട്ടി കഴിച്ചു. ഞാൻ ആ സമയത്ത് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ 4 മണിക്ക് പാതിരാത്രി കിടന്നേ ഉള്ളൂ. ചെരുപ്പൊന്നും വേണ്ട, കാരണം ചെരുപ്പൊന്നും ആരും കാണത്തില്ല. അച്ഛനൊന്നും കണ്ടോട്ടാ, ഞങ്ങൾ അങ്ങോട്ട് വരുവാണേ. അച്ഛനെ കൂട്ടരാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളവിടെ വരുന്നുണ്ടാ? വരുന്നൊന്നും ഇല്ല. നീ അങ്ങോട്ടും ഇല്ല. അലവൂരാ എന്ത് കേറിക്കൊന്ന് കേട്ടാ വിളിച്ചേക്കടാ. ഇല്ല പാത്തിരൊന്നും വരല്ല. അവര് പ്രതീക്ഷിക്കുന്നില്ല ഒരാൾക്കുള്ള ആഹാരത്തിന് 4-5 പേര് വെക്കുക. നമുക്കൊത്തിരി ആഹാരം ഒന്നും വേണ്ടല്ലോടാ. അത് കുഴപ്പമില്ല. ഇവിടെ നിർത്താൻ അച്ഛൻ ഇറങ്ങി വരുന്നു. എന്താന്ന് എനിക്കറിയില്ല. അലവൂരിലോട്ട് പോകുന്നു. ഇവിടെ ഫുള്ളും ബ്ലോക്കായി. ഒന്ന് 2 ദിവസം മുമ്പേ വിളിച്ചിട്ട് ചിലപ്പോ അച്ഛൻ വന്നു. നമ്മൾ ലൊക്കേഷൻ എത്തിയിരിക്കുകയാണ്. ആൻഡി അവിടെ നിൽക്കുന്നു. ലേറ്റ് ആണെന്ന് തോന്നുന്നു. അത് 17 തേണ്ടിരിക്കുന്നു. ഈ ഐഫോൺ 17 ഇന്റർഫേസ് വേറെ ആണ്, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നതാണ്. ഞാൻ ഇങ്ങനെയല്ലല്ലോ, എൻ്റെ ഇങ്ങനെയല്ലേ. അതൊന്നും അറിയത്തില്ല, കഴിക്കുന്നില്ല, അറിയത്തില്ല. ചെറിയ അല്ലൊന്നും ഞാൻ ഫീൽ ആണെന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞൊന്നുമില്ല. ഇവർക്ക് ഞാൻ ഉണ്ടാക്കിയതാണ്. വർജിൻ ഞാൻ സ്പെഷ്യൽ ആയിട്ട് ചെയ്തത് എല്ലാം കഴിക്കാം. ഇത് സ്റ്റാർട്ടറാണ്. പക്ഷെ സ്റ്റാർട്ടർ ഞാൻ പച്ചക്കറി കഴിക്കാത്ത അമ്മാനെ കഴിക്കട്ടെ. അമ്മാനെ കഴിച്ചു. എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നല്ലേ പറഞ്ഞത്. എനിക്ക് പച്ചക്കറി കഴിക്കാൻ പറ്റത്തില്ല. അത് കീരയാ. അഭിപ്രായം പറയണേ. എനിക്ക് ഇഷ്ടമാ അതിനകത്തുള്ള സാധനങ്ങൾ മാറ്റിയിട്ട് സവാളയും ക്യാപ്സിക്കവും കുറച്ച് ചാറ്റ് മസാലയൊക്കെ ഇട്ടിട്ട് മുട്ട കഴിക്കട്ടെ. ചിക്കൻ തണുത്തന്നേ ഉള്ളു, പക്ഷെ നല്ല. ബൈ 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 ബൈ. ഇവിടെ നമ്മൾ പോവുകയാണ്. കരിമ്പ എന്നാ ഇങ്ങനെ നടക്കുന്ന തൊടാൻ സമ്മതിക്കുക. നമ്മളിപ്പം എറണാകുളത്താണ് ബോയ്സ്. നമ്മളൊരു സൺ കൊനൂർ എന്ന് പറഞ്ഞ ഒരു തത്തേനെ നോക്കാൻ പോവുകയാണ്. എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ട്. അങ്ങനെ മേടിക്കണ്ടയോ എന്നുള്ളൊരു ഡൗട്ടിലാണ്. 30 വർഷമൊക്കെ അത് ജീവിച്ചിരിക്കും എന്ന് പറയുന്നപ്പോൾ ഒരു വലിയൊരു കമ്മിറ്റ്മെന്റ് ആയിരിക്കും. പക്ഷെ എന്തോ ബ്രൈറ്റ് ആയിട്ടുള്ള പാരറ്റാണ്. 2 പാരറ്റാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഒന്ന് ഗ്രേ, ആഫ്രിക്കൻ ഗ്രേയും, പിന്നെ സൺ ഒടുക്കത്തെ ടാസ്കാ പറയുന്നത്. സൺ കൊന്നൂർ. ഇത് ഒടുക്കത്തെ ബ്രൈറ്റ്. എത്ര ബ്രൈറ്റ് ആയിട്ടുള്ള പാരറ്റ്. മേടിക്കണ്ടേ എന്നുള്ള ഡൗട്ടിലാണ്. ഇവിടുത്തെ പ്രൈസ് മോളിൽ വെച്ച് കണ്ടോണ്ട് എനിക്ക് അറിയില്ല പ്രൈസ് കറക്റ്റ് ആണോ അല്ലെന്ന്. 7K അവർ പറഞ്ഞ 6K പോലും തരുമെന്ന് തോന്നുന്നു. 6K അതിന് പറ്റിയ പ്രൈസ് ആണ്. 2 മാസം കൂടെ പ്രായമുള്ളൂ. അവിടെ വിറ്റ് പോയെങ്കിൽ പിന്നെ ഇവിടം വരെ വന്ന വെറുതെ. പെറ്റ് ഷോപ്പിലെത്തി. ഇനി എനിക്ക് നോക്കണത് എൻ്റെ ഇവിടെ സാധനം ഉണ്ടായില്ലെന്ന്. വേണ്ട, മഞ്ഞ കളർ ഇരിക്കുന്ന കക്ഷിയാണ്. വലുതായിക്കട്ടെ, വെറും കിടൽ ലുക്കായിരിക്കും.
വേണ്ടിയിരിക്കുന്നു ആ പുറകിൽ. ഇതെന്താണ് വേറൊരുത്തൻ? ഇത് നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഇവിടെ മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ നൈസ് വലിപ്പമുണ്ട്. ആണാണെന്ന് തോന്നുന്നു. ആണെന്നാ പെണ്ണാണെന്ന് എനിക്ക് അറിയത്തില്ല. 6000 രൂപയ്ക്കാണ് മേടിക്കുക ഇവിടുന്ന് സാധനം വിറ്റുപോയല്ലെന്ന് അറിയത്തില്ല. ആ ഒരു ടെൻഷൻ മാത്രമേ ഉള്ളൂ. എങ്ങനെയുണ്ടോ? പക്ഷെ സെറ്റ് സാധനമല്ലേ വേണ്ടത്. കൈ വെക്കുമ്പോൾ അതേ കയ്യിലെടുത്ത് വരുന്നേണ്ട. കണ്ടോ മോനെ, കണ്ടോ? അവൻ ലുക്കാണ്. എന്തായാലും ആണായിരിക്കും തോന്നുന്നു. അതിന്റെ പുറകെ ഒരു വൃത്തിയായിട്ട ലുക്കില്ലാത്തവരും കൂടിയുണ്ട്. ഇവന്മാരായിട്ട് സൗണ്ട് ഉണ്ടാക്കാറില്ല. എന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ചിറങ്ങ് വല്ല എന്താ കെട്ടി വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെ ഇരിക്കും വലുതായി കഴിയുമ്പോ. ഇങ്ങോട്ട് നോക്കടാ. എന്നെ സ്നേഹിക്കടാ, എന്നെ സ്നേഹിക്ക്. നിങ്ങൾ കമന്റിൽ പറയാം, എടുക്കും കേട്ടോ. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ ഇതിനു വേണ്ടി ഇവിടം വരെ എറണാകുളം പിടിച്ചു വന്നിരിക്കുക. ഓ ഞണ്ടാണാ? ഞാൻ ആദ്യം കണ്ടപ്പോൾ വേറെന്താണ്. ഞണ്ടിന്റെ ആവശ്യമില്ല, ഞണ്ട് വേണമെന്നില്ല. ഇത് ഒരെണ്ണം കൂടി ഇവിടെ ഇരിപ്പുണ്ടല്ലേ. ചെറുത് കഴിക്കും, ചെറുതാണ്. വലിയമാര് റിസ്പെക്ടറാ. അപ്പൊ ബോയ്സ് നമ്മുടെ സൺ കുന്നൂർ വിറ്റുപോയി. എന്ത് ചെയ്യാനാ, വേറെ കിട്ടുമായിരിക്കും. പക്ഷെ ആ കൊള്ളായിരുന്നു കേട്ടോ, ആ നൈസായിരുന്നു. അവിടെ ആ സെക്കൻഡ് എത്തിയപ്പോൾ ആ സമയത്ത് വിറ്റ് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ജിമ്മിലെത്തിയിരിക്കുന്നു. മസിലപ്പ് ഇപ്പോഴും ആകുന്നുണ്ടോ ഇല്ലെന്ന് ട്രൈ ചെയ്യാം. ഓനെ വന്നപ്പോൾ ഒടുക്കത്തെ പുള്ളപ്പൂടി എനിക്കിത് റെസ്റ്റൊക്കെ ചെറുതായിട്ട് വേനെടുത്ത് തുടങ്ങുന്നുണ്ട്. 2 ദിവസമായിട്ട് റെസ്റ്റ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പിന്നെ എൻ്റെ വണ്ണം കുറഞ്ഞു കേട്ടോ, 86 കിലോ കഴിഞ്ഞാൽ. മൈക്കിൻ്റെ ഇത് പൊട്ടിപ്പോയി. നടക്കുമെന്ന് തോന്നുന്നില്ല. നമുക്ക് സ്ട്രാപ്സ് വെച്ച് തന്നെ പതുക്കെ എത്തേണ്ടി വരും. ഇന്ന് നമ്മൾ പർപ്പിൾ സ്ട്രാപ്പ് ഉപയോഗിക്കാൻ പോവുകയാണ്. സാറിന് നമ്മൾ ഗ്രീനാണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രീനെക്കാട്ടിലും കുറച്ച് സപ്പോർട്ടേ കാണത്തുള്ളൂ ഇതിന്. നാളെ വീഡിയോ വരുന്നുണ്ട്. ഞാൻ തമ്മിലൊന്ന് സെറ്റ് ആക്കട്ടെ. നാളെ നമുക്ക് എൻ്റെ ഈ ഇതുവരെയുള്ള ഏറ്റവും വലിയ വീഡിയോ വരികയാണ്. നല്ല വലിയ വീഡിയോ അതെ. അതിലൊരു താരമാണ് അവിടെ നിൽക്കുന്നത്. ഇവിടെ പവർ ലിഫ്റ്റേഴ്സ് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ 1-2 അടിച്ചിട്ട് വരാം. ആ സൂട്ട് ഇട്ട് കഴിഞ്ഞാൽ 50 കിലോ എക്സ്ട്രാ പൊങ്ങുന്നു. ചെറിയ വെയിറ്റൊക്കെ ചെയ്തത്. ഇത് എത്ര ഉണ്ട് അതിന്? വേണ്ട, പൊക്കണ്ട. നമുക്ക് എക്സ്ട്രാ റെസ്റ്റേഴ്സ് ആയിരുന്നു. മൈക്ക് ഒട്ടിച്ചിട്ട് വലിക്കുന്നു പറഞ്ഞു. കുറെ നാളായി 115 ചെയ്തിട്ട്. വെയിറ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ എന്നെ കൊണ്ട് പറ്റുമെന്ന് അറിഞ്ഞല്ലോ. നോക്കാം. പ്രൊഫഷണൽ ആയതുകൊണ്ട് നമ്മൾ ജീവിപ്പിക്കുന്നു. അല്ലെങ്കിൽ 100 കിലോ ജന്മത്ത് ലോഡ് കൊടുത്തിട്ട് വിട്ടേച്ചാൽ മതി. അല്ല, ലോഡ് കൊടുത്തിട്ട് വിടണ്ട. Let's go. നല്ല വെയിറ്റ് ഉണ്ട്. അതിട്ട് പൊക്കി കഴിഞ്ഞാൽ 50 കിലോ കൂടുതൽ വെക്കാം. ഞാൻ അതിട്ട് ഒരു 180 പൊക്കട്ടെ. ഇപ്പൊ ചൂട് എത്ര ടൈറ്റ് ആണോ നോക്കട്ടെ. ഞാൻ ഇവിടെയാ ഓടിക്കാനാ? നല്ല ടൈറ്റ് കേട്ടാ. ഞാൻ പറഞ്ഞത് അപ്പൊ ഇവരൊക്കെ അവരുടെയൊക്കെ ഫുള്ളും വെയിറ്റ് ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇനി മടി പിടിച്ച് നമ്മൾ ഡയറക്റ്റ് ചെയ്യാം. നമുക്ക് ഇതൊരു 100 കിലോ ആണ് കേട്ടോ. പോസ്. ഈ ബൈസപ്പ് വെയിൻസ് ഇറങ്ങി വരുന്നുണ്ടോ ഇവിടുന്ന്? കണ്ട ഈ ബൈസപ്പ് വെയിൻസ് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും വെയിറ്റ് എടുക്കുന്നത്. അതായത് എടുക്കത്ത പോലും ഇല്ല. വെയിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കുറച്ച് പേര് ചിലപ്പോൾ ഈഗോയിസ്റ്റിക് എന്ന് പറയുമായിരിക്കും. ചിലപ്പോൾ അതൊക്കെ തന്നെ പറയണ്ട. ഇവിടെ ഈ വെയിറ്റ് കൂട്ടിയിടിക്കുന്ന ഗുണം അറിയാമോ? ജിമ്മിൽ വലുതായിട്ട് വരണ്ട.
കാലും കൈ ഒടിഞ്ഞിരിക്കും വീട്ടിൽ. ഞാൻ അതായിരിക്കും ഇടയ്ക്ക് വെയിറ്റ് കുറച്ചിട്ട് ആ സ്ഥിരമായിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇപ്പൊ 9 വർഷമായിട്ട് വന്നിട്ടൊന്നും ആയില്ല. അപ്പൊ ഇത്ര സ്ഥിരം വേണോ? അവർക്ക് കുറച്ച് ഗ്യാപ്പൊക്കെ എടുക്കണ്ടേ? അതെ, ഞാൻ ഗ്യാപ്പ് എടുത്താ വരുന്നു. ആണോ? ഇനി സ്ഥിരമായിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. വെയിറ്റ് കുറച്ചിട്ട്. അത് 9 വർഷത്തെ പീക്ക് അത്ലറ്റിസം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറത്തോട്ടിറങ്ങി തിരിച്ചിങ്ങോട്ട് കാണും. ഒന്ന് ബൈസ് കാണിച്ചെടുത്ത് ഇവിടെ കണ്ട കൺസിസ്റ്റൻസിയിലാണ് കൂടുതൽ നോട്ട് ചെയ്തിരിക്കുന്ന പയ്യൻ. ഫിറ്റ്നസ് ഇൻഫ്ലുവൻസർ പോലെ തന്നെ. ഇന്നത്തെ വീഡിയോ ചേർത്ത ബോയ്സ്, ഞാൻ എൻ്റെ മെയിൻ ചാനൽ വീഡിയോ കണ്ടിട്ടുണ്ട്, അത് പോയി കാണുക. I hope you guys have a wonderful day. I'll see you guys next time.